Hello everyone. ഇന്ന് നമുക്ക് സീല് അറേ സ്ട്രിംഗ് അറേ പഠിക്കാം. സ്ട്രിംഗ് അറേ മനസ്സിലായോ? സ്ട്രിംഗ് ഇൻ സി. സ്ട്രിംഗ് ഇൻ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രിംഗ് ഓഫ് കറക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് കറക്റ്ററാണ്. സെറ്റ് ഓഫ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് കറക്റ്ററാണ്. മനസ്സിലായോ? കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രിംഗ് ഓഫ് കറക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വേരിയബിൾ കൊടുക്കുകയാണ് നെയിം എന്ന് പറഞ്ഞിട്ട്. എപ്പോഴും ഇത് നമ്മൾ ഒരു ടാറ്റ ടൈപ്പ് കൊടുക്കുമ്പോൾ ടാറ്റ ടൈപ്പ് ആൻഡ് അറേ നെയിം ആണല്ലോ നമ്മൾ വേരിയബിൾ ആണ് കൊടുക്കേണ്ടത്. എൻ്റെ സൈസാണ് അതിന് കൊടുക്കുന്നത്. സൈസാണ് നമ്മൾ കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ടാറ്റ ടൈപ്പ് ഇൻറ്റീജറും ഫ്ലോട്ടും ഒക്കെ അറേ ഉണ്ടല്ലോ. ഇത് പക്ഷേ സ്ട്രിംഗ് ഓഫ് കറക്റ്റർ എന്ന് പറഞ്ഞാൽ വെറും നമുക്ക് കറക്റ്റർ മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. കറക്റ്റർ എന്തുകൊണ്ട് വയ്ക്കാൻ പറ്റുള്ളൂ? സ്ട്രിംഗ് എന്താണ്? സെറ്റ് ഓഫ് കറക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് സ്ട്രിങ്ങിൻ്റെ നെയിം എന്തെങ്കിലും കൊടുക്കാം. നെയിം കൊടുക്കാം, ഒരു പേര് കൊടുക്കാം, അതിന് സൈസ് വയ്ക്കാം. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 14 10 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. സൈസോ വയ്ക്കാം. ഇത് നിങ്ങളെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണത് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഇങ്ങനെ ഇത് സ്റ്റോർ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനിത് ഇവിടെ അറേ നിങ്ങളെങ്ങനെ സ്റ്റോർ ആവുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റോർ എന്നുള്ള ആണത് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സ്റ്റോർ ആവാമെന്ന് വിചാരിക്കും. മനസ്സിലായോ? എങ്ങനെയാണ് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒരു അറേ എടുത്തു. എന്ത് അറേ എടുത്തു? ഒരു കറക്റ്ററിൻ്റെ സെറ്റ് ഓഫ് കറക്റ്റർ എങ്ങനെ സ്റ്റോർ ചെയ്യുക? ഡബിൾ കൊട്ടേഷനാണ്. ഞാൻ വിനോദ് എന്നുള്ളത് സ്റ്റോർ ചെയ്യും. ഒരു വിനോദ് എത്ര കറക്റ്റർ വരുന്നുണ്ട്? 1 2 3 4 5 കറക്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു കറക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വി എന്ന് പറഞ്ഞിട്ട് കറക്റ്റർ അത് നമ്മൾ വിചാരിക്കുന്ന ഒരു 1002 സ്റ്റോർ ചെയ്യണം. ഒരു ബഫറിൽ സ്റ്റോർ ചെയ്യണം 1002 എന്ന് വിചാരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് വി എവിടെ സ്റ്റോർ ആവുന്നു? ഇതിൽ സ്റ്റോർ ആവുന്നു. ഐ എവിടെ സ്റ്റോർ ആവുന്നു? ഇതിൽ സ്റ്റോർ ആവുന്നു. എൻ എവിടെ സ്റ്റോർ ആവുന്നു? ഇതിൽ സ്റ്റോർ ആവുന്നു. ഓ എവിടെ സ്റ്റോർ ആവുന്നു? ഞാനിത് വലുതല്ല ചെറുതായിട്ട് കാണിച്ചതാണ്. നമുക്ക് സ്റ്റോറി ഇതാണ് വിനോദം എന്നുള്ള ചെറിയ അക്ഷരത്തിലാണ് കേട്ടോ. അപ്പോൾ അത് 1002 സ്റ്റോർ ആകുമ്പോൾ ബഫർ മെമ്മറി 1002 സ്റ്റോർ ആകുമ്പോൾ ഇത് 3 സ്റ്റോർ ആവും, ഇത് 4 സ്റ്റോർ ആവും, ഇത് 5 സ്റ്റോർ ആവും, 6 സ്റ്റോർ ആവും. മനസ്സിലായോ? ഇത് ഒന്ന് നല്ല വരും. മനസ്സിലാവും? ഒന്ന് നല്ല വരും. നല്ലതാണത് കേട്ടോ. ഇത് നല്ലതാണ്. എപ്പോഴും ഒരു സൈസിൻ്റെ കഴിഞ്ഞിട്ടുള്ളത് എപ്പോഴും വിനോദെന്ന് കഴിഞ്ഞിട്ടുള്ളത് എപ്പോഴും നല്ല വരും. ഇതിൻ്റെ സ്ട്രിങ്ങിൻ്റെ എൻ്റെ എന്താ ഡി ആണ്. ഡിയുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എപ്പോഴും വരണം. ഇതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ എലിമെൻറ്റ് 0ലാണ് സ്റ്റോർ ചെയ്യുക, 1ലാണ് സ്റ്റോർ ചെയ്യുക, 2ലാണ് സ്റ്റോർ ചെയ്യുക, പിന്നെ 3ാമത്തെ എലിയാണ് സ്റ്റോർ ചെയ്യുക, 4ാമത്തെ. അപ്പോൾ 4 അക്ഷരം ഇതിൽ 4 കറക്റ്റർ നമ്മളിതിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ 0ന്ന് വിയും 1ഉം ഐയിൽ 1ഉം 2 എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ല എപ്പോഴും വേണം. ലാസ്റ്റ് എപ്പോഴും ഇത് നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു പോയിന്റ് മെമ്മറി പോയിന്റർ എന്താണ്? 1002. ഞാൻ ഒരു ഉദാഹരണം കാണിച്ചതാണ്. വി എന്നുള്ളത് 1002ലാണ് പോയിന്റർ വരുന്നത്. മനസ്സിലായോ? എന്താ വരുന്നത്? പോയിന്റർ വരുന്നത്. മനസ്സിലായി? അപ്പോൾ പോയിന്ററിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ബഫറിൽ ഇതാണ്, രണ്ടാമത്തെ 3ാമത്തെ 1002 കിട്ടിയിട്ടുണ്ടെങ്കിൽ 1003 1004 1005 നമുക്ക് എന്താണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇത് പറഞ്ഞത് ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്പേസും ഇൻക്ലൂഡാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ വിചാരിക്കുക ഇതിൽ നമ്മൾ വിനോദ് കുമാർ എന്ന് എഴുതാണ്. അപ്പോൾ ഇവിടെ സ്പേസ് ഇൻക്ലൂഡാണ് കറക്റ്ററിൽ. എന്നാൽ ഒരു 1 2 3 എന്ന് എഴുതിയാലോ? 1 2 3 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. 1 2 3 നമുക്ക് ഞാൻ കറക്റ്റർ ഏതെങ്കിലും കൊടുക്കുകയാണ്, S1 കൊടുക്കുകയാണ്. നമ്മൾ കറക്റ്റർ S1 കൊടുത്തിട്ട് നമുക്ക് 1 2 3 4 5 6 ഇങ്ങനെ എഴുതാം.
മനസ്സിലായോ? ഇങ്ങനെ എഴുതാം. ഇതും കറക്റ്റർ ആണെന്നാണ് സിയിൽ, ഇത് കറക്റ്ററാണ്. ഡബിൾ കൊട്ടേഷനിൽ എന്ത് കൊടുത്താലും ഇത് കറക്റ്റ്, സ്ട്രിങ് ആണ്. ഇതും സ്ട്രിങ് ആണ്, ഇതും സ്ട്രിങ് ആണ്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്ററിനെ സ്റ്റോർ ചെയ്യുകയാണെന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യും? ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു എന്ന് കൊടുക്കാമല്ലോ, ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ അത്? അപ്പോൾ ഇതാണ് നമ്മളുടെ കറക്റ്റർ എപ്പോഴും വരും സ്ട്രിങ് അറേയിൽ. സ്ട്രിങ് കറക്റ്റർ എപ്പോഴാണ് സ്ട്രിങ് അറേ വരും. ഇത് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ ഞാനിത് വിട്ടയക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യണം. പിന്നെ ഞാൻ പറയാൻ പോണത്, നമുക്ക് ഇത് ഇങ്ങനെ ഇനി എങ്ങനെയൊക്കെ ഇതിൻ്റെ ഡ്രോബാക്കും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിക്കും. നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാം, ഇങ്ങനെ. എന്നിട്ട് ഇവിടെ നെയിം =10 ഇങ്ങനെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ട് പിന്നെ ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ അത് ഇങ്ങനെ തന്നെ ഡിക്ലെയർ ചെയ്യേണ്ടി വരും നമുക്ക്. മനസ്സിലായോ? ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അത് ശരിയല്ല. മനസ്സിലായോ? പിന്നെ രണ്ടാമത്തെ നമ്മൾ എന്ന് പറയുന്നത് 1 2 3 ഡോട്ട് എന്ന് ഡബിൾ കൊട്ടേഷനിൽ വരും. സിംഗിൾ കൊട്ടേഷൻ ഇപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ എഴുതാം? ഇതിലെ കറക്റ്ററിൻ്റെ സമൂഹമാണല്ലോ. അപ്പോൾ സമൂഹത്തിന് നമ്മൾ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് വി ഐ സിംഗിൾ കൊട്ടേഷനിൽ കറക്റ്ററല്ലേ വരുള്ളൂ. അപ്പോൾ NOD എനിക്ക് കുമാർ എന്ന് എഴുതണം. അപ്പോൾ ഞാനൊരു സ്പേസ് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കോമ ഇട്ടിട്ട് ഒരു സ്പേസ് വെറുതെ കറക്റ്ററിനെ കൊടുക്കും. അപ്പോൾ കറക്റ്റർ സ്പേസ് അലൗഡാണ്. 1 2 3 ഡോട്ട് എന്നൊക്കെ കറക്റ്ററിൽ അലൗഡാണ്. പക്ഷേ അത് കൊട്ടേഷനിൽ ഡബിൾ കൊട്ടേഷനിലുള്ള സിംഗിൾ കൊട്ടേഷൻ ഒന്ന് കറക്റ്ററാവും, ഡബിൾ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ആവും. ഇത് മാത്രം നിങ്ങൾ അപ്പോൾ മനസ്സിലായോ? ഞാനിത് മാത്രമല്ല, ഇത് നമുക്ക് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോളൻ വയ്ക്കുന്നു. അപ്പോൾ ഞാൻ വിനോദ് കെ എന്നുള്ളത് സ്പേസ് വേണമെങ്കിൽ നമുക്ക് സ്പേസും വയ്ക്കാം കറക്റ്ററിൽ. മനസ്സിലായോ? ഇത് സിംഗിൾ കൊട്ടേഷനിൽ നമ്മൾ കറക്റ്ററിൻ്റെ ഒരു സെറ്റ് ഓഫ് കറക്റ്റർ എടുത്തു ഇത് സ്റ്റോർ ചെയ്തു. ഓക്കെ, അങ്ങനെ തന്നെ നമുക്ക് ഒരു സ്കാനഫ് എടുത്തിട്ട് നോക്കിയാലോ? സ്കാനഫ് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്രിൻ്റ് എഫ് ഇൻ്റർ യുവർ നെയിം എന്ന് വെച്ചു. ശരിയല്ലേ? സ്കാനഫ് കൊടുക്കാം. സ്കാനഫ് എപ്പോഴും മനസ്സിലാക്കണം, സ്ട്രിങ്ങിൽ എപ്പോഴും എസ് എന്ന് വരും. മനസ്സിലായോ? എസ് എന്ന് വരും. സ്ട്രിങ് എസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ്. ഇതിലെപ്പോഴും നിങ്ങൾ ഇങ്ങനെ വെക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ് ഓഫ് ഇല്ല. ഇതിൽ അഡ്രസ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ എണ്ണമുണ്ട്. അതുകൊണ്ട് അഡ്രസ്സ് ഏതാണെന്ന് അറിയില്ല. അത് ആദ്യത്തെ അഡ്രസ്സ് നമുക്ക് ഇതിൽ പിടിക്കുന്നത്. മനസ്സിലായോ? നെയിമിൽ ആദ്യത്തെ അഡ്രസ്സ് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് നെയിം എന്നുള്ളത് നമുക്ക് ആദ്യമൊക്കെ നമ്മൾ കൊടുത്താൽ ഇൻറ്റീജറിനെ ഡി, ഇവിടെ അഡ്രസ്സ് വെരിയബിൾ നെയിം അഡ്രസ്സ് സ്കാനഫിൽ എപ്പോഴും കൊടുത്തായിരുന്നു. ഞാൻ ഫ്ലാഷ് സൈഡിൽ നിന്ന് എന്തിനാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ശരിക്കും കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഞാൻ പ്രിൻ്റ് എഫ് ചെയ്യാണ് കേട്ടോ. പ്രിൻ്റ് എഫ് നമുക്ക് എന്താ വേണ്ടത്? സ്ട്രിങ്ങിനെ വേണ്ട. നെയിം ഈസ് സ്ട്രിങ് എന്തിൻ്റെ? നെയിമിൻ്റെ. ഓക്കെ, ഇങ്ങനെയാണ് സ്ട്രിങ്ങിനെ പറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ പ്രിൻ്റ് എഫ് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ ഇൻപുട്ടാക്കി ഞാൻ ഒരു കറക്റ്റർ ടൈപ്പ് എടുത്തു. ഞാൻ എല്ലാതും ഇതിൽ എഴുതി. ഏതിൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇതിനെ കോപ്പി ചെയ്യാം, അല്ലാതെ ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കോമൺസിലിട്ടു കേട്ടോ. സോറി കേട്ടോ. ഇവിടെ നമുക്ക് എഴുതണം. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചു തന്ന പ്രോഗ്രാമാണ്. എഡിറ്റ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇവിടെ ക്ലിയർ സ്ക്രീൻ എഴുതി
SCR. ഓക്കെ, ഇത് നമ്മൾ ചെയ്തു. ഇതിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. മനസ്സിലായില്ല സ്ട്രിങ് എങ്ങനെയാണ്, സ്ട്രിങ് എന്താണ്, സെറ്റ് ഓഫ് കറക്റ്ററാണ്, ടൈപ്പാണ്, കുറച്ച് സ്ട്രിങ് നമുക്ക് ശരിക്കും പഠിക്കാം. ഓക്കെ, അപ്പോൾ നെയിം 10, നെയിം 10 കറക്റ്ററിൻ്റെ നെയിം ആവണം. അതിൽ പറഞ്ഞിരിക്കണം 0 to 9. ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കണം, ലാസ്റ്റിൽ എപ്പോഴും നല്ലായിരിക്കും. ഓക്കെ, ലാസ്റ്റിൽ എപ്പോഴും നല്ലായിരിക്കും. ആ നല്ലാണ് മെയിൻ കേട്ടോ, അത് നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ Ctrl F9 ചെയ്യുകയാണെങ്കിൽ എന്തോ എറർ വന്നിട്ട് ഞാനിവിടെ കോളമാണ് കൊടുത്തിരുന്നത്, സെമിക്കോളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ വിനോദ് കൊടുത്തു, അപ്പോൾ വിനോദ് വന്നു. മനസ്സിലായോ, വിനോദ് വന്നു. ബട്ട് ഞാനിവിടെ ഒരു സ്കാനഫിൻ്റെ ഡ്രോബാക്ക് ആണ് കേട്ടോ, വിനോദ് കുമാർ കൊടുത്തു. വെറും വിനോദ് മാത്രം വന്നു. അതെന്താ കാര്യം? ഇതാണ് സ്കാനഫിൻ്റെ ഡ്രോബാക്ക്. അത് ഡ്രോബാക്ക് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സ്കാനഫ് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ ഇതെന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഞാൻ വിനോദ് കുമാർ എന്നല്ലേ കൊടുത്തത്, അപ്പോൾ സ്പേസിന് അത് നല്ലാണ് നല്ലാണ് കാണുന്നത്. സ്കാനഫിൽ എപ്പോഴും നമ്മൾ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലാക്കും. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ വിനോദ് കുമാറിന് കൊടുത്തു, വിനോദ് കുമാറിന് കൊടുത്തു അല്ലേ, VIN. ഞാൻ വലുതാണ് എഴുതണം, നിങ്ങൾക്ക് മനസ്സിലാകണം, ചെറുതാണ് ഞാൻ എഴുതാൻ. എന്താണ് D വിനോദ്. ഇവിടെ ഞാൻ സ്പേസ്, പിന്നെ ഇവിടെ K U. ഇൻപുട്ട് ഇങ്ങനെയല്ലേ ചെയ്തു, UMAR ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ മെമ്മോറിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ സ്കാനഫ് എന്താ പഠിക്കുക, ഈ സ്പേസിനെ നമ്മൾ ഇങ്ങനെ നല്ല പഠിക്കുമ്പോൾ എന്താ ചെയ്യും, ഇതുവരെയുടെ അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏറ്റവും മെയിൻ ഇത് ഡ്രോബാക്കാണത്, സ്കാനഫിൻ്റെ ഒരു ഡ്രോബാക്കാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇത് മൊത്തം സ്കാനഫ് ഉപയോഗിക്കാതെ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുമോ, അതും നമുക്ക് ആലോചിക്കണം. അതാണ് ഞാൻ അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം. ഗെറ്റ് സി ആൻഡ് പുട്ട് സി, അത് ഞാൻ പറഞ്ഞുതരാം. ഗെറ്റ് സി എന്ത് ചെയ്യും, ഒരു ലൈനിനെ അങ്ങനെ പഠിക്കും, അതിനും ഡ്രോബാക്ക് ഉണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. ബട്ട് സ്കാനഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ 3 കറക്റ്റർ നമുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്കാനഫിൽ ഇവിടെ 3S എന്ന് എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞുതരാം. അത് 3 കറക്റ്റർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോയി ഇവിടെ 3 എന്ന് എഴുതാം. അപ്പോൾ 3 കറക്റ്റർ മതല VIN മാത്രമേ എടുക്കുള്ളൂ. മനസ്സിലായോ? ഞാൻ നോക്കട്ടെ. അത് വിനോദ് VIN, മനസ്സിലായോ? VIN മാത്രം എടുക്കണം. ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്ട്രിങ് നമുക്ക് സ്കാനഫ് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് കറക്റ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്കാനഫ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രിങ് മനസ്സിലായിട്ടുണ്ടാകും. സ്ട്രിങ് എന്താണ്? സെറ്റ് ഓഫ് കറക്റ്ററാണ്. കറക്റ്ററിൻ്റെ ഒരു സെറ്റാണ് സ്ട്രിങ് ആരെ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഡ്രോപ്പ് ബാക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇൻ്റർവ്യൂവിലൊക്കെ ഇതൊക്കെയാണ് ചോദിക്കുക. ഡ്രോപ്പ് ബാക്ക് എന്താണ്, സ്കാനഫിൻ്റെ ഡ്രോപ്പ് ബാക്ക് എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ലിൻ്റെ കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലായി. അങ്ങനെ ഞാൻ കുറച്ചും കൂടി പഠിപ്പിച്ചു തരാം. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നെയിം കറക്റ്റർ എടുത്തു. നെയിം എന്താ, ഒരു കറക്റ്റർ നെയിം എടുത്തു. അതിൽ ഞാൻ 20 എടുത്തു. പിന്നെ ഒരു കറക്റ്റർ എടുത്തു S1. ഇതിലും 20 അര വെച്ചു. ഞാൻ 20 ഓഫ് സൈസ് അര വെച്ചു. 20 കറക്റ്റർ നമുക്ക്. അപ്പോൾ ഞാൻ ഇതിൽ സ്റ്റോർ ചെയ്യാണ്. ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ അര എപ്പോഴും ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു S1 20 ഈക്വൽ ടു
നെയിം 20. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S1-ൽ S120-ൽ നെയിം 20 സ്റ്റോർ ആവുക. ഇത് ഇല്ല, സ്റ്റോർ ആവത്തില്ല. ഓക്കെ, ക്ലിയർ? എന്തെന്ന് പറഞ്ഞാൽ അത് എററാണ്. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രിങ് കോപ്പി ചെയ്യാനും ഒക്കെ ഫംഗ്ഷനുണ്ട്. സ്ട്രിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിയിൽ. ഫംഗ്ഷനുണ്ട്, എല്ലാതും ഫംഗ്ഷനാണ്. സ്ട്രിങ് കയറ്റ്, സ്ട്രിങ് കോപ്പി ഒക്കെ ഫംഗ്ഷനുണ്ട് ഇതിന്. നമുക്ക് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ അത് ഓരോരോ കറക്റ്ററിനാണ് അത് കോപ്പി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ആരും ചെയ്യുന്നില്ല. നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രിങ്ങിൽ എപ്പോഴും ലാസ്റ്റിൽ നല്ലത് ആണ്. സ്കാനഫിൽ സ്പേസിന് നല്ലതാണ് പറയുന്നത്. അതുകൊണ്ടാണ് കമ്പനി സമയം സ്പേസിനെ നോക്കി വിടുമ്പോൾ തന്നെ അത് നല്ലതാക്കുന്നത്. മനസ്സിലായോ? അതാണ് ഡ്രോപ്പ് ബാക്ക് സ്കാനഫിൻ്റെ അഡ്വാൻറ്റേജ് കൊണ്ട് ഞാൻ പറഞ്ഞൊന്നുമില്ല. 4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 കറക്റ്റർ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഔട്ട്പുട്ടിൽ 4 കറക്റ്റർ ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ, 3 കറക്റ്റർ. അങ്ങനെ നമുക്കൊരു സ്പെസിഫിക് കറക്റ്ററൊക്കെ ഉപയോഗിക്കുന്നതിന് സ്കാനഫ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സ്കാനഫിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. താങ്ക് യു വെരി മച്ച്.